സിനിമാ ചരിത്രത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു പുതിയ കാര്യമല്ല. രാഷ്ട്രീയ പരാമർശങ്ങളുടെയും നേതാക്കളുടെ പേരുകളുടെയും പേരിൽ L2 എമ്പുരാൻ എന്ന സിനിമയെ കല്ലെറിയുമ്പോൾ ഇതേ കാരണത്താൽ പെട്ടി തുറക്കാനാകാത്ത സിനിമയും ചരിത്രത്തിലുണ്ട്. ഭരിക്കുന്ന പാർട്ടിയും നേതാക്കളും മാറി എന്ന ഒറ്റ വ്യത്യാസം മാത്രം. ഖിസ കുർസിക്ക എന്ന സിനിമയ്ക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു ചിത്രമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം സിനിമാ മേഖലയിലെ വിമർശനങ്ങളെ എങ്ങനെയാണ് അടിച്ചമർത്തിയതെന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഖിസ കുർസിക്ക എന്ന ഹിന്ദി സിനിമ. 1977 ഖിസ കുർസിക്ക എന്ന ചിത്രം എത്തുന്നത്. ഇന്ദിരാഗാന്ധി ഭരണത്തിനെതിരെയുള്ള രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രമായിരുന്നു അത്. പാർലമെന്റ് അംഗമായിരുന്ന അമൃത് നഹാദയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ബദ്രി പ്രസാദ് ജോഷിയാണ് ചിത്രം നിർമ്മിച്ചത്. ഷബാന അസ്മി, രാജ് ബബ്ബർ, മനോഹർ സിംഗ് തുടങ്ങിയവരായിരുന്നു ചിത്രത്തിന്റെ അഭിനേതാക്കൾ. ഇന്ദിരാഗാന്ധിക്കും മകൻ സഞ്ജയ് ഗാന്ധിക്കും എതിരെയുള്ള ആക്ഷേപഹാസ്യം എന്ന നിലയിൽ ലോകശ്രദ്ധ നേടിയ ചിത്രം അന്നത്തെ സർക്കാർ പെട്ടി പോലും തുറക്കാൻ സമ്മതിച്ചില്ല. നിരോധിച്ചുവെന്ന് മാത്രമല്ല, ചിത്രത്തിന്റെ എല്ലാ പ്രിന്റുകളും പിടിച്ചെടുത്ത് നശിപ്പിച്ചു. അഴിമതി രാഷ്ട്രീയം പ്രമേയമാക്കിയതിന്റെ പേരിലായിരുന്നു അത്. ഇന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന നേതാക്കളുടെ പാർട്ടിയുടെ ഭരണ ചരിത്രമാണിതെന്ന് ഓർക്കണം. ജീവിച്ചിരിക്കുന്ന വ്യക്തികളുമായി സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് സാമ്യമുണ്ടെന്നായിരുന്നു ഖിസ കുർസിക്ക കല്ലെറിയപ്പെടാനുള്ള കാരണം. സഞ്ജയ് ഗാന്ധിയെയും അദ്ദേഹത്തിന്റെ ചെറിയ കാർ പദ്ധതി തട്ടിപ്പിനെയും കുറിച്ചുള്ള വ്യക്തമായ പരാമർശം ചിത്രത്തിലുണ്ടായിരുന്നു. ഇതാണ് സർക്കാരിനെ ചൊടിപ്പിച്ചത്. 1975 അടിയന്തരാവസ്ഥയ്ക്ക് മുൻപാണ് നഹാദ ഖിസ കുർസിക്ക സെൻസറിങ്ങിന് സമർപ്പിച്ചത്. സെൻസർ ബോർഡ് ചിത്രം പ്രക്ഷേപണ മന്ത്രാലയത്തിന് സമർപ്പിച്ചു. പിന്നീട് ചിത്രം 51 തവണ വെട്ടിമുറിച്ചു. എന്നിട്ടും പോരാതെ വന്നതോടെ സിനിമ തന്നെ നിരോധിച്ചു. എന്നാൽ സഞ്ജയ് ഗാന്ധിയും അന്നത്തെ പ്രക്ഷേപണ മന്ത്രാലയ ചുമതലയിലുള്ള VC ശുക്ലയും അതുകൊണ്ട് നിർത്തിയില്ല. ചിത്രത്തിന്റെ മാസ്റ്റർ പ്രൂഫ് അടക്കമുള്ള പ്രിന്റുകൾ ഹരിയാനയിലെ മാരുതി ഫാക്ടറിയിൽ കൊണ്ടുപോയി കത്തിച്ചു. കോൺഗ്രസ് MP കൂടിയായിരുന്ന നഹാദ സിനിമയുടെ പ്രിന്റ് അടക്കം നശിപ്പിച്ചതിന് സഞ്ജയ് ഗാന്ധിക്കെതിരെ കേസ് ഫയൽ ചെയ്തു. അമ്മയുടെ ഭരണത്തെക്കുറിച്ച് അനാവരണം ചെയ്ത സിനിമയുടെ പ്രിന്റ് മോഷ്ടിച്ച് നശിപ്പിച്ചു എന്ന് ആരോപിച്ചായിരുന്നു കേസ്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച സഞ്ജയ് ഗാന്ധിയും ശുക്ലയും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിയമവിരുദ്ധമായ പ്രവർത്തികൾക്ക് ശിക്ഷിക്കപ്പെട്ടു. സിനിമയുടെ പ്രിന്റ് നശിപ്പിച്ചതിന് 2 വർഷം തടവും നേരിട്ടു. ഹൈക്കോടതിയിൽ അപ്പീലിന് പോയെങ്കിലും ഇത് തള്ളിയതോടെ കുറച്ചുകാലം ജയിലിൽ കിടക്കേണ്ടി വന്നു. എന്നാൽ 1980 ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിലെത്തിയതോടെ സഞ്ജയ് ഗാന്ധി ഒരു പദവിയും ഏറ്റെടുക്കാതെ കോൺഗ്രസിൽ തിരിച്ചെത്തി. അമൃത് നഹാദ കള്ളം പറയുകയാണെന്നും ആരോപണങ്ങൾ തെറ്റാണെന്നും വാദിച്ചു. ഇന്ദിരാഗാന്ധി അധികാരത്തിലേറി 10 ദിവസത്തിനുള്ളിൽ സഞ്ജയ് ഗാന്ധിക്കെതിരെ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വിചിത്രമായ അനുഭവം പങ്കുവെക്കുന്ന ഖിസ കുർസിക്ക ഇന്ന് ഓൺലൈനിൽ ലഭ്യമാണ്. അടിയന്തരാവസ്ഥ കാലത്തെ സെൻസർഷിപ്പ് സംസ്കാരത്തിന്റെ വ്യക്തമായ അവശേഷിപ്പാണ് ഇന്നും ആ ചിത്രം. അടിയന്തരാവസ്ഥ കാലത്ത് തിരിച്ചടി നേരിട്ട മറ്റൊരു ചിത്രം ഗുൽസാർ സംവിധാനം ചെയ്ത ക്ലാസിക്കായ ആന്ധിയെയാണ്. രാഷ്ട്രീയത്തിൽ അതികായയായ നായികയുടെ വ്യക്തിജീവിതമാണ് സിനിമയുടെ ഇതിവൃത്തം. സഞ്ജീവ് കുമാർ, സുചിത്ര സെൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമയിലെ ഗാനങ്ങൾ അതിപ്രശസ്തമാണ്. തെരെ ബിനാ സിംഗ് ഗീസെ കോയി ഇന്നും സംഗീത പ്രേമികളുടെ ഇഷ്ടഗാനമായി തുടരുന്നു. ഇത്രയും വലിയൊരു സിനിമയ്ക്ക് പണി കിട്ടിയത് അതിലെ നായിക സുചിത്ര സെന്നിന് ഇന്ദിരാഗാന്ധിയുമായി ഉണ്ടായിരുന്ന സാമ്യമാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രിയെ സ്ക്രീനിൽ കാണുക, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ കരുത്തറ്റ വനിതാ നേതാവിന്റെ കഥ എന്നിങ്ങനെയുള്ള പോസ്റ്ററുകളും അണിയറ പ്രവർത്തകർ പുറത്തിറക്കി. ഇതാണ് ഇന്ദിരയെയും കോൺഗ്രസിനെയും ചൊടിപ്പിച്ചത്. പ്രദർശനത്തിനെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സിനിമയ്ക്ക് വിലക്ക് വന്നു. തുടർന്ന് ഏതാനും സീനുകൾ റീഷൂട്ട് ചെയ്ത് സിനിമ ഇന്ദിരാഗാന്ധിയുടെ കഥയല്ലെന്നും ഇന്ദിരയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട വ്യക്തിയാണ് നായികയെന്നും വരുത്തി തീർത്തിട്ടാണ് സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിച്ചത്.